അതിലെത്ര 120? അതിൽ 120 കിലോ. അയില കിട്ടിയിട്ട് അയില 1/2 കിലോ 120. ഇവിടെ കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം. ഹായ് ഗൈസ്, നമ്മുടെ വിഷ്ണുവിൻ്റെ വണ്ടിയിൽ നിന്ന് നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമിൽ വന്നേക്കുവാണ്. വന്നിരുന്നു ബുക്കിംഗ് ആയിരുന്നു നമ്പർ പ്ലേറ്റ് വന്നിരുന്നു. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമിൽ നിന്ന് വന്നേക്കുവാണ് വിഷ്ണു. പിന്നെ കമൻറ്റ് ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് മൊത്തത്തിൽ ഫ്രീ 0 ബില്ല് ഫസ്റ്റ് സർവീസ് എന്തുകൊണ്ട് 0 ബില്ലായെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സർവീസ് ജനറൽ ചെക്കപ്പും ഓയിൽ ടോപ്പപ്പ് ഓടി വേറിൽ കുറവ് വരും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യുന്നത്. എല്ലാം ടോപ്പപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, പിന്നെ ജനറലായിട്ട് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് മുതലാണ് ഓയിൽ ഫിൽറ്ററൊക്കെ നമ്മൾ മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ലേബർ കോസ്റ്റ്. എല്ലാവർക്കും ഡൗട്ടുണ്ട് ഫ്രീ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഫ്രീ ആയിരിക്കും എന്നാണ്. അങ്ങനെയല്ല, ഫ്രീ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പാർട്സിൻ്റെ എമൗണ്ട് വരും, മറ്റേൻ്റെ ലേബറും കാര്യങ്ങളും ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. ലേബർ നമുക്ക് ഫ്രീ ആയിരിക്കും, കാര്യങ്ങളെല്ലാം ഫ്രീ ആയിരിക്കും. ഇതിൻ്റെ യൂസ് മാത്രം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കിനി സെക്കൻഡ് സർവീസ് ആകുമ്പോൾ എത്ര രൂപ ബില്ല് വരും? ഏകദേശം ഓയിലും ഓയിൽ ഫിൽറ്ററും മാറുന്നതിൻ്റെയും പിന്നെ ഒരു എയർ ഫിൽറ്റർ മാറുന്നതിലും ഏകദേശം ഒരു 3000 താഴെ, ഇൻ ബിറ്റ്വീൻ 3500 3000 അതിൻ്റെ ഇടയിൽ വരത്തുള്ളൂ. ഇതേപോലെ ഒരു ഡസ്റ്റർ 5,85,584 കിലോമീറ്റർ ഓടിയ ഡസ്റ്റർ വണ്ടി. ടാക്സി വണ്ടിയാണ്. ഇത് നമ്മുടെ വണ്ടി അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ പിടിപ്പിച്ചത് 2121. നമ്പർ പ്ലേറ്റ് ഒക്കെ പിടിപ്പിച്ച് നമ്മളിത് നേരെ ഗ്ലോബൽ ടയേഴ്സിലേക്കാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നൈട്രസ് ഒന്ന് ടോപ്പപ്പ് ചെയ്യണം. നമ്മൾ ഗ്ലോബൽ ടയേഴ്സിൽ നിന്ന് നൈട്രസ് ഒക്കെ ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റും ചെക്ക് ചെയ്ത്, അലൈൻമെൻറ്റ് ഒരു ഇത്തിരി കുറവുണ്ടായിരുന്നു, അതും കറക്റ്റ് ചെയ്ത് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചിട്ടുണ്ട്. നമ്മളൊരു യാത്ര പോവാണ്. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഒന്ന് പാലക്കാട് വരെ, വടക്കാഞ്ചേരി വരെ ഒരു ട്രിപ്പ് പോവാണ്. നമ്മളിപ്പോൾ കിലോമീറ്റർ 1593 കിലോമീറ്ററായി. നമ്മളൊരു ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. ഇപ്പോൾ ആവറേജ് 8 കിലോമീറ്റർ പെർ ലിറ്ററാണ് കാണിക്കണത്. നമുക്ക് പോയി വരുമ്പോഴേക്ക് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടയർ പ്രഷറൊക്കെ ഓക്കെയാണ്. ട്രിപ്പ് നമ്മൾ റീസെറ്റ് ചെയ്യുവാണ്, 0 ആക്കിയിട്ടുണ്ട്. പോയി വരുമ്പോൾ നമുക്ക് എന്ത് മൈലേജും കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ വണ്ടിയെ കിഡ് പേര് പോലെ തന്നെ അതിൻ്റെ ഫ്യൂൽ ടാങ്കും തീരെ കുഞ്ഞതാട്ടോ. ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി എനിക്ക് ആകെ ആയത് 1744 രൂപ. ഏകദേശം ഒരു 18 ലിറ്റർ അടിച്ചെന്ന് തോന്നുന്നു. 18 അല്ല 17 ലിറ്ററാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആകെ 20 ലിറ്റർ ടാങ്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഒരു റെഡ് കണ്ടില്ല ഇവിടെ. ഈ റെഡ് കണ്ടപ്പോഴാണ്, റെഡ് വരെ എത്തിയായിരുന്നു. ഞാൻ ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കാൻ പോകുന്നതിന് മുമ്പ് റെഡിലാണ് കാണിച്ചു വെച്ചത്. ഈ ഒരു കട്ടേ ഉണ്ടായുള്ളൂ. ഞാൻ ഫുൾ ടാങ്ക് ആക്കിയപ്പോഴേക്കും എനിക്ക് ഇത്രയും രൂപയൊക്കെ 1744 രൂപയ്ക്ക് അടിച്ചപ്പോഴേക്ക് ഫുള്ളായി വണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു 20 ലിറ്റർ മാക്സിമം അത്രയും കപ്പാസിറ്റി ഉള്ളൂ ടാങ്ക്. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു എമൗണ്ടിന് നമുക്ക് പാലക്കാട് വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിക്കളയാം. നമ്മളിത് ഇവിടെ തൃശ്ശൂർ ടോള് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ചുറ്റി വളഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നത് സ്ട്രൈറ്റ് ആക്കി കുറേ കിലോമീറ്റർ
കിലോമീറ്ററിന്റെ ഇത് കുറച്ചല്ലേ ഉള്ളൂ. കുറച്ചുള്ളൂ, പക്ഷെ ചുറ്റി വളഞ്ഞാ പോയിക്കൊണ്ടിരുന്നത്. ബ്ലോക്ക് ആയിരുന്നു അപ്പടി, മനസ്സിലായോ? ചുറ്റി വളഞ്ഞ് പോകുമ്പോ ചെറിയ റോഡായിരുന്നു, ബ്ലോക്ക് വരുമായിരുന്നു. ഈ ചക്കവറുത്തൊന്നും എടുത്തോ, 1/4 കിലോ മതി ചക്കവറുത്ത്. നമ്മളിത് വടക്കാഞ്ചേരി എത്തിയത്. റൈറ്റ് സൈഡില് ലുലു മാള്, ലുലു കണക്ട് ഉണ്ട്, ഹൈപ്പർ ഉണ്ട്, കൊള്ളാലോ. ഫൺറ്റ്യൂറ ഗെയിം സെന്റർ ഉണ്ട്. ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ലൊരു ലുലു മാളാണ്. കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടും വണ്ടിക്ക്. ബസ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇനിയും മൈലേജ് ഇനിയും പ്രതീക്ഷിക്കാം. ഒരു 20 എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് മലമ്പുഴ ഡാമിൻ്റെ പ്രാന്തപ്രദേശം. അടിപൊളി പാലം അല്ലേ? In 300 meters, turn right. ചേട്ടൻ്റെ കാല് ചൂണ്ടക്കിടുന്നു. വെൽക്കം ടു മലമ്പുഴ പോലീസ് സ്റ്റേഷൻ. മലമ്പുഴ ലഡാക്കിൽ എങ്ങനെയാണ് കുക്കിംഗ് പരിപാടികൾ? അതൊക്കെ വീഡിയോ പറയാൻ പറ്റുമോ? അവിടെ ലഡാക്കിലെ ഒരു ദിവസത്തെ ഒരു ഡെയിലി റുട്ടീൻ ജസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പൊ